ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും മൈത്രേയൻ അസ്ട്രോളജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മെഡിക്കൽ അസ്ട്രോളജി 9ാം ഭാഗം. ജ്യോതിഷത്തോട് നിഗൂഢവും അന്തർലീനവുമായ ഒരു ആരാധനാ മനോഭാവം ജനങ്ങൾക്കുണ്ടെന്ന് നിഷേധിക്കുവാനാവാത്തതാണ്. മനുഷ്യന് തൻ്റെ ഭാവി ഏത് കാലം വരെ അനിശ്ചിതമായിരിക്കുന്നുവോ അതുവരെ ജ്യോതിഷത്തിന് മനുഷ്യജീവിതത്തിൽ ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടാകും. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് ഇമ്മ്യൂണിറ്റി, എന്താണ് ജ്വരം, ഇമ്മ്യൂണൈസേഷൻ, അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. രോഗപ്രതിരോധ ശേഷിയാണ് ഇമ്മ്യൂണിറ്റി. സർവ്വരോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഏത് ശീലങ്ങളും ഇമ്മ്യൂണൈസേഷൻ തന്നെയാണ്. രോഗത്തിൻ്റെ ശക്തിയെ ചെറുക്കുന്നതും രോഗം ഉണ്ടാകുന്നതിനെ തടയുന്നതിനും ഉള്ള ശരീരത്തിൻ്റെ ശക്തിവിശേഷമാണ് ഇമ്മ്യൂണിറ്റി. ബലം തന്നെയാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് സകല ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളും പറയുന്നു. ബല അധിഷ്ഠാനം ആരോഗ്യം എന്നാണ് ശാസ്ത്ര വിവക്ഷ. ദക്ഷൻ്റെ അപമാനത്തിൽ കോപിച്ച ശിവൻ്റെ നിശ്വാസത്തിൽ നിന്ന് ജനിച്ചതായി പറയപ്പെടുന്ന ജ്വരം 8 വിധമാണ്. അതാണ് ജ്വര അഷ്ടവിധ സ്മൃത എന്ന് പറയുന്നത്. വാതപിത്ത കഫത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദേവന്മാർക്ക് ഇന്ദ്രനെപ്പോലെയും ജ്യോതിഷുകൾക്ക് സൂര്യനെപ്പോലെയും നക്ഷത്രങ്ങൾക്ക് ചന്ദ്രനെപ്പോലെയും എല്ലാ വ്യാധികൾക്കും നാഥൻ ജ്വരമാണ്. ആയുർവേദ ദിനചര്യ അനുസരിച്ച് ശുചിത്വവും സാമൂഹ്യ അകലം പാലിക്കലും സാത്വികമായ ആഹാര രീതികളും ശീലമാക്കുക. ഇപ്പോഴുള്ള വൈറസിന് വാത കഫജ്വരത്തിൻ്റെ ലക്ഷണങ്ങളായ അരുചി, സന്ധിവേദന, ഛർദി, തലകറക്കം, തലവേദന, ചുമ, ശ്വാസം മുട്ട്, തളർച്ച, പനി, ശരീരത്തിൽ പ്രാണവായു കുറഞ്ഞുള്ള മൃതിതുല്യമായ അവസ്ഥകളും വന്നു ചേരുന്നതായി കണ്ടുവരുന്നു. ഇതിനെല്ലാം ദിനചര്യയിലൂടെയും ആഹാരവിഹാരാദികളിലൂടെയും ഇമ്മ്യൂണിറ്റി നമ്മൾ കൈവരിക്കണം. പ്രതിരോധമായി അമൃത്, ഇഞ്ചി, മഞ്ഞൾ, നാരങ്ങ, നെല്ലിക്കത്തോട്, ആടലോടകത്തിൻ്റെ ഇല, തിപ്പല്ലി, കിരിയാത്ത്, വില്ലുപത്രം അതായത് കൂവളത്തിൻ്റെ ഇല, പവിഴമല്ലി ഇല, തുളസി ഇല തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ അളവിലെടുത്ത് വെള്ളം തിളപ്പിച്ച് രോഗപ്രതിരോധ പാനീയമായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഹരി ഓം.